അന്നത്തെ പിടിവലിയുടെ ഇടയിൽ അവൻ്റെ പോക്കറ്റ് കയറിയിട്ട് കയ്യിൽ വന്നു. കൂടെ ഈ കഷ്ണം കടലാസും. അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതാ ഞാനത് കളയാണ്ട് സൂക്ഷിച്ചേ. ഒരു സീനറിയാണ്. ഇവിടെ തോണിയും തോണിക്കാരനും കൂടി എൻ്റെ ഉഷാറാവില്ല. ഇതിലാ വീട്ടിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പപ്പാ വീടിൻ്റെ പ്ലാൻ. ഒരു കാര്യം ഉറപ്പാ, ഇതാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണം. കൊല്ലാനുള്ള കൊട്ടേഷൻ. കൊല്ലാനുള്ള കൊട്ടേഷനാണ് ഇതിൻ്റെ അകത്ത് കത്തിയല്ലേ വരയ്ക്കേണ്ടത്. ആ അത് ചിലപ്പം പുഴയിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടി. അതാണ് പുഴ. വലിയൊരു അപകടത്തിലാണ് ഞാൻ ചെന്ന് ചാടിക്കണേന്ന് പിന്നീടാണ് സാർ എനിക്ക് മനസ്സിലായത്. സാറന്മാര് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ അറിഞ്ഞു. നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു. തെളിവുകളൊക്കെ എനിക്കെതിരാന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കള്ളനല്ലേ സാറേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും സാറന്മാരെ കണ്ടുപിടിച്ച് ഉള്ള കാര്യം തുറന്നു പറയാം. പിന്നെ വിഷ്ണു സാറ് എന്നെ കണ്ടുപിടിച്ച് അതിവിദഗ്ധമായി കുടുക്കിയ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് പറയണം. അതൊക്കെ സൗകര്യം പോലെ എല്ലാവരും പിന്നെ പറഞ്ഞു. എന്നാലും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ആളൊരു സംഭവം തന്നെ. അപ്പം എങ്ങനെ ജെയിംസ് സെബാസ്റ്റ്യനായിട്ട് പരിചയം? കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. വേറെ മുൻപരിചയമൊന്നുമില്ല. ജെയിംസിൻ്റെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാണ്. ജയിലിലോ? ജയിലിലല്ല, പുറത്ത്. ഈ പോര കൊടുക്കാറില്ല സാറേ. സാറൻ തന്നെ കീഴ്പ്പെടുത്തിയ വീടുണ്ടല്ലോ, അതൊരു അമേരിക്കക്കാരൻ ഇവനെ വിൽക്കാൽപ്പിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റൊക്കെ നടന്ന് അതൊന്നും കാണാൻ പറ്റില്ല. അത് നന്നായി. നമ്മളിപ്പോൾ ജെയിംസിനെ പോലെ ഒരു മുഴുക്കളനെയും കൊണ്ട് നമ്മുടെ സാറുമാരുടെ അടുത്തേക്ക് പോയാ ഈ കഥ അവർ വിശ്വസിക്കില്ല. എവിടെ ഇന്ന് വരെ ഒരു കള്ളൻ സത്യം പറഞ്ഞാൽ പോലീസുകാർ വിശ്വസിക്കില്ല. ഞാൻ അന്ന് കണ്ട ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. അവൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു രേഖചിത്രം വരയ്ക്കാം. എന്താ? ഞാൻ പലപ്പോഴേ 10-16 വർഷം ജയിലിൽ കിടന്നിട്ടില്ല. പക്ഷേ ഇന്നേ വരെ ജയിലിൻ്റെ അകത്തും പുറത്തും ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ ഈ ലിമിറ്റിലൊന്നുള്ള ആളല്ല. എന്താ സാറേ വല്ല കോളുണ്ടാ? ഒരു റിട്ടയർമെന്റ് പാർട്ടി ഉണ്ട് ആണാ. CSR ജീപ്പിലുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് വാ. എടാ കട ഒന്ന് നോക്കിയേക്ക്, ഒരു കോളൊത്തിട്ടുണ്ട്. ഞാനിപ്പോ ആടിന്റെ ഒരു കൈകാലം എടുത്ത് വെച്ചേക്കടാ. എനിക്കൊരു സൂപ്പ് വേണ്ടി വരും. സാറ് ഇറച്ചിയൊക്കെ മേടിക്കാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാണ് വന്നേക്കണത്. എത്രയിൽ ഇറച്ചിയാണ് സാറേ വേണ്ടത്? കുറച്ചധികം വേണം. പക്ഷേ അതിനുള്ള ഇറച്ചി നിന്റെ ദേഹത്തില്ലല്ലോടാ. എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നീ ജീപ്പിലോട്ട് കയറും. സാറ് നമ്മളൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്താൽ ജീവിക്കണം സാറേ. നീ അന്തസ്സായിട്ട് പണിയെന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ജീപ്പിലോട്ട് കയറുന്നോ അതോ ഞാൻ ചവിട്ടി കയറണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വക്കീലിനൊന്ന് വിളിക്കാം സാർ. വക്കീല് നല്ല പിടിപാടുള്ള സാറേ. കറുത്തവായതുകൊണ്ടാണ് ആടെ നല്ല വെളുത്തിരിപ്പാടില്ല. ഈ വെള്ളം നനച്ച തുണി ഇനി നിന്റെ തലയിലേക്ക് ഇടുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്നു. നനഞ്ഞ തുണി ഇട്ടാ പിന്നെ നീ മിണ്ടൂലല്ലോ മോളെ. ഇടുവാ.
എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ പോയി ഒരു ആട് പൊട്ടിച്ചതല്ലാതെ ആ കൊലപാതകമായിട്ട് എനിക്കൊരു ബന്ധമില്ല സാറേ. ഇനി തൂക്കി വലിക്കല്ലേ സാറേ.